ഹൃദയപൂർവ്വം ആശംസകൾ. വി.ഡി. സതീശന്റെ ഒരു മുഴുവൻ ചിത്രം, അദ്ദേഹം പുസ്തകം വായിച്ചിരിക്കുന്ന ഫേമസ് ആയുള്ള ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് പി.കെ. കുഞ്ഞാലിക്കുട്ടി കേരളത്തിന്റെ പുതിയ അമരക്കാരന് ഹൃദയപൂർവ്വം ആശംസകൾ എന്ന് കുറിക്കുന്നു. ഇത് ഘടകകക്ഷികൾക്കും ആശ്വാസകരമായ തീരുമാനമാണ്. ഇനി അവർക്ക് വോട്ടർമാരെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരില്ല. വി.ഡി. സതീശന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. ഇനി കളം മാറുകയാണ്. UDF കേന്ദ്രങ്ങൾ ആഹ്ലാദത്തിലേക്ക് നീങ്ങുകയാണ്. 10 ദിവസത്തെ അനിശ്ചിതത്വം അവസാനിച്ചിരിക്കുന്നു. പട നയിച്ചവൻ ഇനി ഭരണയന്ത്രം ചലിപ്പിക്കും. 10 വർഷം അധികാരത്തിന് പുറത്തുനിന്ന UDFനെ കോൺഗ്രസ് സംവിധാനത്തെ അധികാര പദവിയിലേക്ക് എത്തിക്കുന്നു വി.ഡി. സതീശൻ. തകർന്നടിഞ്ഞു പോയ സംവിധാനത്തെ ജനഹിതം എതിരായ UDFനെ വി.ഡി. സതീശൻ നയിച്ചു. ഓരോ വാക്കും കേരളം സശ്രദ്ധം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചു. ഒടുവിൽ വി.ഡി. പറയുന്നതെല്ലാം ശരിയാകുന്നുണ്ടല്ലോ. അപ്പോൾ വി.ഡിയുടെ ഇമേജ് വളരുകയായിരുന്നു. ആ വളർന്നു വന്ന ഇമേജിന്റെ ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി.ഡിക്കും ഒരു വോട്ടുണ്ടായിരുന്നു. ആ വോട്ടുണ്ടായിരുന്നു എന്നത് ഒടുവിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും തിരിച്ചറിയുന്നു. വിജയത്തിന്റെ ഡിസൈനർ, വിജയം മുൻകൂട്ടി പ്രവചിച്ച രാഷ്ട്രീയ നേതാവ്, ക്യാപ്റ്റൻ, പുതിയ ക്യാപ്റ്റൻ വി.ഡി. സതീശൻ നമ്പർ 1, ഒന്നാമത്തെ കസേരയിലേക്ക്, മുഖ്യമന്ത്രി പദവിയിലേക്ക്, സെക്രട്ടറിയിലേക്ക് വി.ഡി. സതീശന്റെ ആ യാത്ര അല്പദിവസത്തിനകം നമുക്ക് കാണാൻ കഴിയും. അത്യന്തം ആവേശകരമായ ഒരു തീരുമാനം എന്ന നിലയിൽ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനത്തെ ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ കാണുന്നത്. മുദ്രാവാക്യം വിളികൾ എങ്കും. വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. പൊതുസമൂഹം ആഗ്രഹിച്ച തീരുമാനം ഒടുവിൽ ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുകയാണ്. KPCC ആസ്ഥാനത്ത് അല്പസമയത്തിനകം വാർത്താ സമ്മേളനം. നേതാക്കളുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുകളും ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ഘടകകക്ഷി നേതാക്കൾ, MLA മാരൊക്കെ വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിക്കുന്നു. അതേസമയം തന്നെ പാർലമെന്ററി പാർട്ടിയിൽ 47 MLA മാർ നമുക്കറിയാം വേറൊരു നിലപാടാണ് സ്വീകരിച്ചത്. അതിനവർക്ക് കാരണങ്ങളുണ്ട്. നിശ്ചയമായും പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം എന്നുള്ളത് KC വേണുഗോപാലിന് അനുകൂലമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇനിയുള്ള ഭരണം സുഗമമാകുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ പുതിയ കാലത്തെ കോൺഗ്രസിൽ അങ്ങനെ പഴയ കാലത്തേതുപോലെയുള്ള സംഘടിതമായ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളില്ല. തീരുമാനം വന്നതിന് ശേഷം ഇനി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സുഗമമാകും ഭരണം. 5 വർഷം എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരുപാട് വെല്ലുവിളികളുള്ള സമയമാണ്. സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട അവസ്ഥയിലല്ല കേരളം. KC വേണുഗോപാൽ